ഇത് കടയിൽ നിന്ന് മേടിച്ച കോവയ്ക്കല്ല കേട്ടോ. ഇത് വീട്ടിലുണ്ടായ കോവയ്ക്കാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന കോവയ്ക്ക വണ്ണം കുറഞ്ഞ് നീളത്തിലായിരിക്കും. ഇത് നല്ല ഗുണ്ടുമണി ഇട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലത്തെയാണ്. പിന്നെ ഉരുളക്കിഴങ്ങ്, ഇത് രണ്ടും കൂടിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. വട്ടത്തിലാണ് സാധാരണ കോവയ്ക്ക ഉപ്പേരി തോരൻ വയ്ക്കാറ്. ഇത് ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇതിൽ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുത്തുമുളകാണ് നല്ലത്. അത് ഉണ്ടായി ഒരു ശകലം ഉണ്ടായുള്ളൂ. ബാക്കി മുളക് പൊടി ചേർത്ത് സാധാരണ ചുമ്മാ ഒന്നുമില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അത് മൊരിഞ്ഞ് കഴിയുമ്പോൾ അരിഞ്ഞ ഉരുളക്കിഴങ്ങും കോവയ്ക്കും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഉപ്പിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. ആവിയിൽ മൂടി വെച്ച് ചെറിയ തീയിൽ ആവിയിൽ വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാട്ടോ ഇത്. വേറൊരു ആൾ പറഞ്ഞു തന്ന റെസിപ്പി ആയിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ ടേസ്റ്റ് തോന്നി. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് ഇന്ന് നമുക്ക് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക്, സ്കൂളിൽ നിന്ന് ഈ പുറത്ത് വഴിയോരങ്ങളിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് കുറച്ച് സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികളെ പൊതിച്ചോറ് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നവർക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തൃശ്ശൂർ റൗണ്ടിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത കറികളിൽ ഒരു ഉപ്പേരിയായിരുന്നു ഇത്. അപ്പോൾ ഇതൊക്കെ എല്ലാം സെറ്റാക്കി. എരിശ്ശേരി, അതുപോലെ ബീട്രൂട്ട് തോരൻ, പിന്നെ ഈ ഒരു കോവയ്ക്ക തോരൻ, മുട്ട, ഒരു അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ വെച്ച് പൊതിയാൻ എനിക്കറിയില്ല പൊതിച്ചോറ്. അപ്പോൾ അതിനെ പൊതിയാനായിട്ട് അമ്മേനെ വിളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മെഴുക്ക് പുരട്ടി എന്ന് പറയാം. ഞങ്ങളിവിടെ തൃശ്ശൂർ മെഴുക്ക് പുരട്ടി എന്ന് പറയൽ കുറവാണ്. ഉപ്പേരി എന്നാണ് സാധാരണ പറയുക. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ.